ശരി, താങ്കൾ അതിൽ ഉറച്ചു നിൽക്കുന്നു, ഈ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു. അതെ, അവർ നിവിൻ പോളിയും താങ്കളെ സെക്ഷൽ ഹരാസ് ചെയ്തു എന്നാണോ താങ്കൾ ഇപ്പോഴും ആവർത്തിച്ചു പറയുന്നത്? കുഴപ്പമൊന്നുമില്ലെങ്കിൽ അതെ, അല്ലെങ്കിൽ അല്ല. അങ്ങനെ തന്നെയാണ് ആവർത്തിച്ചു പറയുന്നത്. ഈ നിവിൻ പോളി പറയുന്നത് അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് അറിയില്ല, അവരൊന്നിനെ കുറിച്ചും അറിയില്ല എന്ന് പറയുന്നത് നടക്കൂല മോളെ. ഉമേഷ് പരിപാടി നടക്കൂല. നിവിൻ പോളി അറിയില്ല എന്ന് പറയുന്ന ആരെങ്കിലും അറിയുമെന്ന് പറയുമോ? ഇപ്പം പീഡിപ്പിച്ചു എന്നും പറഞ്ഞാലും വരുന്നില്ലല്ലോ. ഈ പെണ്ണുങ്ങൾക്കാണ് നിയമം സപ്പോർട്ടെന്നും പറഞ്ഞേ എന്തുള്ളതിനും പറയാനാ മധു ഇവളുടെ ജാതകം കൊണ്ടെടുത്തേ. പീഡനം നടന്നുവെന്ന് പറയുന്ന ദിവസം നിവിൻ പോളി തന്റെ കൂടെ ഉണ്ടായിരുന്നുവെന്ന് നടനും സംവിധായകനുമായ വിനീത് ശ്രീനിവാസൻ. 15 പുലർച്ചെ 3 മണിവരെ നിവിൻ തന്നോടൊപ്പം ഉണ്ടായിരുന്നു. യാഥാർത്ഥ്യം ഉടൻ തെളിയണമെന്നും വിനീത് ശ്രീനിവാസൻ പറഞ്ഞു. വിശ്വാസമില്ല അല്ലേ? കാണണം. അതെ, ഡിസംബർ 14 രാവിലെ തൊട്ട് നിവിൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അതെ, അതൊരു സംശയമില്ല. 14th to 15th ഏർലി മോർണിംഗ് വരെ ഞാൻ ഉണ്ടായിരുന്നു നിവിന്റെ കൂടെ. അതുകൊണ്ട് എനിക്കത് 100% പറയാൻ പറ്റും. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. അവന്റെ സമയം സൂപ്പറാ. വെടി വെച്ചാ പോലും കൊള്ളില്ല. അല്ലെങ്കിൽ ഇത്രയും നമ്മൾ പണിപ്പെട്ടിട്ടും ഒന്നും അവിടെ ഏറ്റില്ലല്ലോ. ഈ 14-15 അവൻ എന്റെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് 100% പറയാൻ പറ്റും. ഇതിൽ വേറൊരു വാദത്തിന്റെ ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് പ്രൂഫ് ഇഷ്ടം പോലെ കിട്ടും. ഞങ്ങളൊരു 7-7:15 ക്രൂ അസംബിൾ ചെയ്ത് 8 മണിയോട് കൂടിയിട്ട് ഇവൻ വന്ന് 8:30 ആയപ്പോഴേക്കും നമ്മൾ ഷൂട്ട് തുടങ്ങിയെന്നാണ് എന്റെ ഓർമ്മ. വെറുതെ കിടന്ന് ഉരുളാദാശനെ. ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. കിട്ടിയല്ലേ? അപ്പൊ നമ്മൾ നമ്മുടെ നീതി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എവിടം വരെ പോകാമോ, ഏതറ്റം വരെ പോകാമോ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് മുമ്പോട്ട് പോകും. കടകള് തുറക്കണ മാതിരിയാ. നല്ല ബെസ്റ്റ് മോളാ. ഇതിന്റെ ഒരു വിത്ത് കിട്ടോ? ഞങ്ങളുടെ ഈ സൈസ് ഇല്ല. അവർ നിവിൻ പോളിയും താങ്കളെ സെക്ഷൽ ഹരാസ് ചെയ്തു എന്നാണോ താങ്കൾ ഇപ്പോഴും ആവർത്തിച്ചു പറയുന്നത്? ഈ കള്ളം പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഒക്കെ ഒരു ടെക്നിക്ക് വേണം. അതാദ്യം പഠിക്കണം. ഈ പരാതിയിൽ ഉറച്ചു നിൽക്കാൻ തന്നെയാണ് ഉറച്ചു നിൽക്കാൻ തന്നെയാണ് തീരുമാനം. നിന്റെ നിരപരാധിത്വം നമ്മൾ തെളിയിക്കും. നിന്നെ പുച്ഛിച്ചവർ നാളെ ലജ്ജിക്കും. കൊടളിയ കൈ. എടാ മോനെ, അപ്പൊ നാളെ ഓക്കെടാ.